വെൽക്കം ബാക്ക് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു വാഗമൺ ട്രിപ്പിലാണ്. അപ്പോൾ ബസ് സ്റ്റോപ്പിലിരിക്കുന്ന ആളാണ് അതെന്ന് വിചാരിക്കേണ്ട, അത് ദേവൂട്ടിയാണ് കേട്ടോ. അപ്പോൾ ദേവൂട്ടി ഞാനിവിടെയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതായിരിക്കുന്നു. വൺ സൈഡ് നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 150+ കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 55 കിലോമീറ്റർ ഇപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിൽക്കുന്ന ഏത് സ്ഥലത്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ബോർഡൊന്നുമില്ലേ, ഒരു കലഞ്ഞൂർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് കേട്ടോ. പത്തനാപുരം റൂട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത്. 150 കിലോമീറ്ററാണ് നമുക്ക് വാഗമണിലേക്ക് വൺ സൈഡ് കാണിക്കുന്നത്. അപ്പോൾ പോയി നോക്കാം. ജസ്റ്റ് ഒന്ന് ഇൻട്രോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഒരു 4:30 ആയപ്പോൾ നമ്മൾ വെളുപ്പിനൊരു 4:30 ആയപ്പോൾ ചാടി. കാരണം നമുക്കൊരു 3-3.5 മണിക്കൂറാണ് കാണിക്കുന്നത് വൺ സൈഡ് അങ്ങ് എത്താനായിട്ട് കേട്ടോ. അപ്പോൾ ഇൻട്രോ എടുക്കാനായിട്ട് നിർത്തിയതാണ്. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ അങ്ങോട്ട് പോയിട്ടൊക്കെ കാണാം കേട്ടോ. ഓക്കെ, പോവാം ഗൈസ്. അപ്പോൾ ഈ റോഡ് ഒരു രക്ഷയില്ല കേട്ടോ, നല്ല അടിപൊളി റോഡ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ റൂട്ട് വരുന്നത്. ഞാൻ ഇതിനു മുമ്പ് വാഗമൺ പോയിട്ടുമില്ല കേട്ടോ. ഒരുപാട് നാളുകൊണ്ട് ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലമാണ് ഈ വാഗമൺ എന്ന് പറയുന്നത്. നമ്മൾ മൂന്നാറൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാഗമൺ ഇപ്പോൾ സീസണാണോ, അവിടെ ക്ലൈമറ്റ് എങ്ങനെ ഉണ്ട്, തണുപ്പൊക്കെ ഉണ്ടോ, അതേ മുട്ടക്കുന്നാണോ, വെയിൽ കാണാനാണോ പോണേന്നൊന്നും അറിഞ്ഞൂടാ കേട്ടോ. ഒരു ഐഡിയ അല്ല, നമ്മൾ ഇറങ്ങിയേക്കുവാണ്. എന്തായാലും ഒന്ന് പോയിട്ടാന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് നാളാവും എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് പോയിട്ട്. ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് മഴയൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ലാത്ത സ്ഥലത്ത് അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ട്. അത് അങ്ങുഞ്ഞുമായിട്ടൊക്കെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വണ്ടി ചെളിയൊക്കെ ആയിട്ടുണ്ട്. ചെളിയാവുന്നത് എനിക്കിഷ്ടമല്ല ഗൈസ്. അപ്പോൾ മഴ ഇതുവരെ ഇങ്ങോട്ടൊന്നും വലിയ കുഴപ്പമില്ല, ഇങ്ങോട്ടൊന്നും പെയ്തിട്ടൊന്നുമില്ല. വന്ന വഴിക്ക് ഇഷ്ടം പോലെ കുറച്ച് അങ്ങുഞ്ഞും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും മഴ ഉണ്ടായിരുന്നു. അതുവരെ ഭയങ്കര വെയിലും ചൂടുള്ള ഇത് നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോഴത്തേക്ക് ഇറങ്ങാൻ നേരത്ത് മഴ. അവസ്ഥ നോക്കണേ. അപ്പോൾ ഇനി ജസ്റ്റ് 60 കിലോമീറ്റർ ആയിട്ടുള്ളൂ. 150+ കിലോമീറ്റർ ഉണ്ട് നമുക്ക് വൺ സൈഡ്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചുകൂടെയൊക്കെ അങ്ങോട്ട് പോയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എവിടെയായി? മണിമലയല്ലേ? മണിമല ലെഫ്റ്റ്, പൊൻകുന്ന റൈറ്റ്. നമ്മൾ കോട്ടയം ഡിസ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഏതൊരു ഷോർട്ട് കട്ട് വഴി ഇപ്പോൾ നമ്മൾ മെയിൻ റോഡിലോട്ട് കയറാനുള്ള പരിപാടിയാണ്. മാപ്പ് നോക്കിയാണ് വന്നത്. വലിയ റൂട്ടും കാര്യങ്ങളൊന്നും വലിയ ഇതുവരെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മാപ്പ് വെച്ച് ഏകദേശം നമ്മൾ ഇനി വന്നിട്ടുണ്ടായിരുന്നു. 100 കിലോമീറ്റർ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു 50+ അല്ലെങ്കിൽ ഒരു 10-60 കിലോമീറ്ററും കൂടെ ഇനി ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നല്ല കിടിലൊരു സ്പോട്ട് കണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി വണ്ടി നിർത്തി കേട്ടോ. സെറ്റ് സ്ഥലം. അവിടെയൊക്കെ പോകാൻ പറ്റുമെന്ന് തോന്നണം. ആൾക്കാരൊക്കെ അവിടെ നിന്ന് കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ കൊക്ക്, കായലാണോ കായലല്ല, ചെറിയൊരു നല്ല ഒഴുക്ക്, വലിയ ഒഴുക്കൊന്നുമില്ല, അങ്ങനത്തെ ഒരു സ്ഥലം കേട്ടോ. പക്ഷേ ക്യാമറയെ കൊണ്ട് നൈസായിട്ട് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം. നല്ല വൈബ്. പശുവൊക്കെ ഉണ്ട്. ഒരു നാടൻ ഒരു ഗ്രാമപ്രദേശം പോലത്തേക്ക് നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു അടിപൊളി സ്ഥലം കേട്ടോ. ഇപ്പോൾ നല്ല ഫ്രെയിം ആയതുകൊണ്ട് വണ്ടി ഞാൻ അവിടെ വെച്ച് ആ സൈഡ് ഈ സൈഡും കായൽ, വെള്ളമോ അങ്ങനെയൊക്കെ രസമുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല വൈബ്, നല്ല സൈലൻ്റ് സ്ഥലം, നല്ല എന്താണ് നാട്ടിൻപുറം അങ്ങനത്തെ ഒരു സ്ഥലം കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുക്കെന്തായിരിക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ വാഗമൺ ഏകദേശം എത്താറായിട്ട് ഇനി ഒരു 11 കിലോമീറ്റർ കൂടെ മാത്രമേ ഉള്ളൂ. ഈ വരുന്ന വഴിക്ക് നമ്മൾ ഇല്ലിക്കൽ കല്ലിൻ്റെയും പിന്നെ ഇലവീഴ പൂഞ്ചിറയുടെയും രണ്ടും റൈറ്റ് സൈഡാണ് കാണിച്ചത്. രണ്ടും ഒരേ റൂട്ടാണ് കാണിച്ചത്. പറ്റുമെങ്കിൽ നമുക്ക് നാളെ അതും കൂടെ കവർ ചെയ്യാം. ഇപ്പോൾ ഇനി ഏകദേശം ഒരു 10-11 കിലോമീറ്റർ കൂടെ ഉള്ളൂ കേട്ടോ. നമ്മൾ വലിയ ട്രാഫിക്കൊന്നും ഇല്ലായിരുന്നു. വിട്ടിങ്ങി വന്നു, എങ്ങും ബ്ലോക്ക് പോലും ആയില്ല. നല്ല റോഡ് ഒരു രക്ഷയില്ല. നേരത്തെ പറഞ്ഞ പോലെ നല്ല പക്കാ റോഡായിരുന്നു. ഇനി ഏകദേശം ഒരു ബോർഡ് വെച്ചേക്കുന്ന 11 കിലോമീറ്ററും കൂടെ ഉള്ളൂ. ജസ്റ്റ് 11 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മൾ കയറി കാപ്പി കുടിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ നോക്കാം ഇനി ഗൈസ്. അപ്പോൾ നമ്മൾ ഏകദേശം ഹെയർ പിൻസ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 8-9 ഹെയർ പിന്നായി. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു വ്യൂ, എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല കേട്ടോ. അല്ലാതെ എന്തോടെ ഇത്, അത് പൊളിച്ച് കേട്ടോ. സീൻ. അതിൻ്റെ മണ്ടയിൽ എന്താ ബിൽഡിംഗ് ഉണ്ട്, അതുകൊണ്ട് ഏറ്റവും ടോപ്പിൽ കണ്ട. നമ്മളൊരു 8-9 ഇനി ഒരു 9-8 കിലോമീറ്റർ കൂടെ കാണും കേട്ടോ. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അത്ര വീതിയേ ഉള്ളൂ. രണ്ട് സൈഡിൽ നിന്ന് വണ്ടി ഈ ഒരു ഇത്രയുള്ള വീതിയുള്ള റോഡിൽ നിന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത് കേട്ടോ. ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് വാഗമൺ. അപ്പോൾ ഇതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇവിടെ നിന്ന് സീൻ കേട്ടോ, അത് ഒരു രക്ഷയില്ല അത്. അപ്പോൾ നോക്കാം. ഇവിടെ നിൽക്കണോ? അത് ബ്ലോക്കാണോ? വണ്ടിയൊന്നും വലിക്കണില്ലടേ. അത് പാർക്ക് ചെയ്തേക്കാനടേ. അത്
ഗൈസ് കുതിര നിന്നെ കയറ്റും, എന്നെ തൂക്കി അടിക്കും കുതിര. ഗൈസ് നമ്മൾ ഏകദേശം ടോപ്പിലെത്തി. ഇവിടെ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് വണ്ടികൾ നിർത്തിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഐസ്ക്രീം, ഇവിടെ നല്ല വ്യൂ ഉണ്ട്. ഇവിടെ നിന്നാകെ ട്രൈപ്പോടാ, അത് മൊബൈൽ സ്റ്റാൻഡല്ലേ, ചൂലല്ലത്. ഗൈസ് കുറേ ട്രൈപ്പോഡും കുറേ സെയില്, കുറേ വണ്ടി, കുറേ കച്ചവടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല ഹൈറ്റായി. നമ്മൾ ആദ്യം വിചാരിച്ച് ഇവിടെ ബ്ലോക്കാണെന്ന് കേട്ടോ, വണ്ടികളൊക്കെ സൈഡ് ഒതുക്കിയിട്ടേക്കുന്നുണ്ടപ്പോൾ ബ്ലോക്കാണെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് പാർക്ക് ചെയ്തേക്കാണ്. അപ്പോൾ ആ മുകളിലൊരു പുലി, ചീറ്റ. തൊപ്പിയാ? ഓ പിന്നെ അങ്ങ് പോണോ തിരിച്ച്? ഇപ്പോൾ ഏകദേശം നമ്മൾ നല്ല ഹൈറ്റിലായിട്ടാ. റോഡിന് വീതി ഭയങ്കര കുറവാണ്. ഈ സൈഡിൽ നിന്നൊക്കെ ഉള്ള വ്യൂ ഒരു രക്ഷയില്ല. ഇതൊക്കെ കാണാൻ പറ്റുമെന്ന്. നമുക്കും ഇത് ഇപ്പം തന്നെ നമ്മൾ നല്ല ഹൈറ്റിലാണ്. അതിനെക്കാട്ടി ഹൈറ്റിൽ അവിടെ ഒരു മലയൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ടോപ്പിലോട്ടാണ് പോകണമെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. എവിടെ ചെന്ന് നിൽക്കുമെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. ടോപ്പിലെ വ്യൂ എന്താണെന്ന് ചോദിച്ചാലും അറിയത്തില്ല. എന്തായാലും സ്റ്റിൽ വി ആർ ഗോയിങ് ഓൺ. നമ്മൾ കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ കുരിശുമല, വാഗമൺ കുരിശുമലയെന്ന് 1 കിലോമീറ്റർ ഉള്ളു. അപ്പോൾ ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഇവിടെ ഒരു ആർച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വാഗമൺ കുരിശുമല തീർത്ഥാടന കേന്ദ്രം 1.5. എന്തായാലും കുരിശുമല എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. തേയിലത്തോട്ടമൊക്കെ കണ്ടു തുടങ്ങി. തേയില തന്നെയാണ് ഇത്, തേയിലത്തോട്ടം കണ്ടു തുടങ്ങി കേട്ടോ. തേയിലത്തോട്ടം തന്നെ കേട്ടോ. 1.5 ഉള്ളു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുരിശുമല ഒന്ന് എന്താണ് ജസ്റ്റ് നോക്കിയിട്ട് വരാം. ഫോട്ടോ എടുക്കണോ ഇവിടെ വന്ന്? നല്ല വ്യൂ അല്ലേ? മുകളിൽ കുറച്ചുകൂടെ കാണുമോ? അയ്യോ, വണ്ടി തിളച്ച് മറിയണം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയേട്ടാ. നല്ല നൈസ് വ്യൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തി. കുരിശുമല അങ്ങോട്ടൊന്ന് മലയൊക്കെ കാണുന്നുണ്ട്. അത് നല്ല വ്യൂ കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് നിർത്തിയതാണ്. നല്ല രസം. ഭയങ്കര വെയിലൊന്നും ആയിട്ടില്ല, അധികം ചൂടുമില്ല കേട്ടോ. നമ്മൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ സൺഡേ ഭയങ്കര വെയിലൊന്നും ആയിട്ടില്ല. ഇല്ല, ഭയങ്കര ക്ലൗഡിയാണെന്ന് വെച്ചാൽ മഴ പെയ്യാൻ പോകുന്നുള്ള ആ ഒരു രീതിക്ക് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല കിടിലം വ്യൂ. നമ്മളെ വണ്ടി ഇവിടെ ഇരുന്ന് കാണാൻ നല്ല രസമുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ തേയില, അതൊന്നും മരമൊന്നും എനിക്ക് അറിയാൻ വയ്യ. അത് മാവാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല സ്ഥലം. മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കൂ, പ്രകൃതിയെ സംരക്ഷിക്കൂ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര അപ്പോൾ ഇവിടെ കുരിശുമലയിലേക്ക് സ്വാഗതം എന്നും പറഞ്ഞിട്ട് ഒരു ആർച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെന്തായാലും അതിനകത്തോട്ട് പോകുന്നില്ല. ഒരു നാട് നോക്കി മറ്റേ വ്യൂ പോയിൻ്റ് ഹിൽ റിസോർട്ട് എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ. ജസ്റ്റ് ഇവിടെ നിന്ന് എന്തൊക്കെ കാണുന്നുണ്ട്. നല്ല രസമുണ്ട്. എല്ലാം ഒരു ക്ലൈമറ്റ് എന്തായാലും കൊള്ളാം. വെയിലില്ല, നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ഈ സൈഡ് കാണുന്നത് തന്നെ ഏറ്റവും ടോപ്പിൽ തന്നെ എന്താണെന്ന് അറിയാൻ വേണ്ട. നല്ല പച്ചപ്പും ഹരിതാവേ, രസമുണ്ട് കാണാൻ. എങ്ങനെ ഉണ്ടോടി? വെയിലില്ലാത്തതുകൊണ്ട് കൊള്ളാമല്ലേ? വെയിലില്ല കേട്ടോ, വെയിൽ നല്ല സെറ്റ് സ്ഥലം. കുരിശുമല ആശ്രമം എങ്ങോട്ടാണെന്ന് അറിയാൻ വയ്യല്ലോ. അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? ഏത് കുരിശുമല വ്യൂ പോയിന്റ്? അവിടെ ഇത് റിസോർട്ടാണോ? അങ്ങോട്ടാ? അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അങ്ങോട്ട് ഏതോ റിസോർട്ടിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി നോക്കാം. നല്ല രസമുണ്ട് ഇവിടെ. നൈസ് വ്യൂ കേട്ടോ ഇവിടേക്ക്. പക്ഷേ ഇറങ്ങാൻ പറ്റത്തില്ല. സൈഡിൽ പ്രത്യേകിച്ചൊന്നും ഇറങ്ങത്തില്ലെന്ന് തോന്നണം അല്ലേ? 2 സൈഡും വേലി കെട്ടിയൊക്കെ അടച്ചിട്ടുണ്ട്. പക്ഷേ രസമുണ്ട് കാണാനായിട്ട്. ഞാൻ അങ്ങോട്ട് എന്താണെന്ന് അറിഞ്ഞൂടാ കേട്ടോ. നമുക്ക് വല്ല ഐഡിയ ഒന്നുമില്ല. ആശ്രമം റിസോർട്ട് എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. വാഗമൺ മെയിൻ വാഗമണിലോട്ട് തന്നെ പോവാം. തിരിച്ച് പോവാം. ഇതിനെക്കാട്ടി ചിലപ്പോൾ നല്ല സ്പോട്ട് കാണും. അതുകൊണ്ട് അവിടെ തേയിലത്തോട്ടം, അതല്ല അവിടെ തേയിലത്തോട്ടം കാണുന്നുണ്ടോ? അതുകൊണ്ട് കാണത്തുണ്ടോ?
തണുപ്പ്, നല്ല തണുപ്പ്, നല്ല തണുപ്പുണ്ട് കേട്ടോ. വെയിലില്ല, ചൂടുമില്ല. പിന്നെ ഞാൻ ജാക്കറ്റ് ഇട്ടേക്കുന്നതിൻ്റെ നല്ല ക്ലൈമറ്റ്. വലിയ കോടയും മഞ്ഞൊന്നുമില്ല. ഇനിയിപ്പോൾ അങ്ങോട്ടും എല്ലാം ഉണ്ടാകുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു രീതിയൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് തോന്നണത്. പ്രത്യേകിച്ച് മഞ്ഞോ കോടയൊന്നും കാണാനൊന്നുമില്ല കേട്ടോ. പക്ഷേ തണുപ്പാണ്, ചൂടില്ല. അങ്ങനത്തെ ക്ലൈമറ്റ് ആയതുകൊണ്ട് കൊള്ളാം, കുഴപ്പമില്ല. ബൈക്കിലൊക്കെ പോവാം. അല്ലെങ്കിൽ കടുത്ത് തന്നെ. ഇപ്പോഴത്തെ നമ്മുടെ അവിടുത്തെ ചൂടൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ ഒന്നുമില്ല കേട്ടോ. നല്ല പക്ക തണുപ്പാണ്. നമ്മൾ ബൈക്കിൽ വന്നിട്ട് പോലും നമുക്ക് അത്ര വെയിലടിച്ചിട്ടുള്ള ക്ഷീണമോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഈ സൈഡ് നൈസ് തന്നെ. അപ്പോൾ നമുക്കിനി നേരെ വീണ്ടും അങ്ങോട്ട് മെയിൻ വാഗമൺ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. നമ്മൾ ഏകദേശം ഇനി വാഗമണിൻ്റെ ഏറ്റവും ടോപ്പായിട്ടാ. ഇവിടെ നിന്ന് വാഗമൺ ടൗൺ എന്നൊക്കെ ഉള്ള ബോർഡ് വെച്ച് നമ്മൾ ആ ടൗൺ ലൊക്കേഷൻ പിടിച്ച് പോകാൻ കേട്ടോ. അത്യാവശ്യം ബിൽഡിങ്ങും എന്തോ സഹകരണ ബാങ്ക്, ടീ ഫാക്ടറി, ഔട്ട്ലെറ്റ് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് സ്റ്റേ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സ്റ്റേ എടുത്തൊന്ന് ഈ ബാഗും ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് വെച്ചിട്ട് വേണം ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ പോകാനായിട്ട്, വേറെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യാനായിട്ട്. അപ്പോൾ ജസ്റ്റ് സ്റ്റേ എടുക്കാനുള്ള പരിപാടിയാണ്. ഒരുപാട് സ്ഥലത്ത് വിളിച്ച് ചോദിച്ചപ്പോൾ എല്ലാം ഫുള്ളാണ്. അവിടെ ഉണ്ടല്ലോ, അവിടെ റൂംസ് ഒന്ന് കൈ വെച്ചേക്കണം. വിളിക്കണം, അത് എങ്ങോട്ട് നോക്കണോ? ഫ്രണ്ടിലോട്ട് നോക്കണോ? അല്ലാണ്ട് അങ്ങോട്ട് ഇതാണ്ട് ഇവിടെ ഒരു ഗ്രീൻ കണ്ട കുന്നത്തൂർ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞ് വെച്ചേക്കണ പച്ച ബോർഡ്. റിസോർട്ട്, കോട്ടേജ്, വില്ല എന്നൊക്കെ പറഞ്ഞ് അത് നോക്കണോ? പക്ഷെ നമ്മൾ ബുക്ക് ചെയ്തിട്ട് വരാമെന്നാണ് വിചാരിച്ചേട്ടോ. പക്ഷെ ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടുള്ള പരിപാടിയാണ്. നേരിട്ട് ഞങ്ങളാരും വരുന്നുണ്ടെങ്കിൽ റിസർവ് ചെയ്തിട്ടൊക്കെ വരുന്നതായിരിക്കും. എടി ഇവിടെ തന്നെ തോന്നണം റൂം ബുക്ക് ചെയ്യാനായിട്ട്. വെയിറ്റ് ചെയ്താൽ പറ്റുമോ? ആ, നമുക്ക് ബാഗ് ഒന്ന് വെച്ചിട്ട് പുറത്തോട്ട് പോകുന്നുണ്ട്. ബാഗ് വെച്ചിട്ട് പുറത്തോട്ട് പോകുന്നുണ്ട്. റേറ്റൊക്കെ എങ്ങനെയാ? 1500. ആ, നമ്മൾ നാളെ 9:30 ഇറങ്ങും. നോക്കാം, ഇവിടെ നോക്കാം. ആ, നമുക്ക് ഇതൊന്ന് ലഗേജൊക്കെ ഒന്ന് വെച്ചിട്ട് ഫ്രീ ആയിട്ട് പോകണം. അല്ല, ഇപ്പോൾ വേറെ എവിടെ പോകണം? അപ്പോൾ പല സ്ഥലത്തും പല റേറ്റാണ് പറഞ്ഞത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് കിട്ടിയൊരു സ്ഥലത്ത് നമുക്ക് റൂം എല്ലായിടത്തും അത്യാവശ്യം ഫില്ലാണ് കേട്ടോ. അപ്പോൾ കിട്ടിയൊരു സ്ഥലമാണിത്. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം കേട്ടോ, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഒരുവിധം സെറ്റാണ്. നമുക്ക് വിചാരിച്ച റേറ്റിന് കിട്ടിയിട്ടുണ്ട്. റൂമൊന്ന് പോയി നോക്കട്ടെ കേട്ടോ. ഒരുപാട് സ്ഥലത്ത് കയറി. ഇവിടെ ഇഷ്ടംപോലെ റൂമുണ്ട്, റൂമിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പല സ്ഥലത്തും പല റേറ്റ് കേട്ടോ. നമ്മുടെ റൂം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ റൂമെന്ന് പറഞ്ഞാൽ നമ്മൾ വാഗമൺ ടൗണിൽ തന്നെയാണ്. നമുക്ക് ടൗണിൻ്റെ സെൻറ്ററിൽ തന്നെ ഈ റൂമും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിൽ കിട്ടി. റൂം നല്ല അടിപൊളിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് കേട്ടോ റൂം. ജസ്റ്റ് ഒരു നോർമൽ റൂം. കാരണം നമ്മൾ അധിക ദിവസമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡബിൾ ബെഡൊക്കെ ഉണ്ട് കേട്ടോ. ഡബിൾ ബെഡ്. പിന്നെ അവിടെ ഒരു ഇതിൻ്റെ സാധനത്തിൻ്റെ പേരെന്താ കൂടി? ദിവാങ്കോട്ടാ. ഓക്കെ, ഇവിടെ ഒരു ദിവാങ്കോട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ടേബിള്, പിന്നെ അടിയിലൊരു റാക്കുണ്ട് നമുക്ക് ഹെൽമെറ്റൊക്കെ വെക്കാനായിട്ട്. പിന്നെ നമ്മുടെ ബാഗും, പിന്നെ അത്യാവശ്യം ഒരു ചെയർ, അതിൽ നമ്മുടെ ജാക്കറ്റും. ഇതാണ് റൂം. പിന്നെ ഒരു മിററുണ്ട് റെഡി ആവാനൊക്കെ ആയിട്ട്. പിന്നെ ഒരു ബാത്റൂം കേട്ടോ. ബാത്റൂം കുഴപ്പമൊന്നുമില്ല, നല്ല സെറ്റ് ബാത്റൂമാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ പുറത്തോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ വാഗമൺ ടൗണിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. കറക്റ്റ് വാഗമൺ ടൗൺ. ഇതേ ഇവിടെ അത്യാവശ്യം നല്ല കടകളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ആ സൈഡിലോട്ട് പോകണ അങ്ങോട്ടാണ് എല്ലാ ടൂറിസ്റ്റ് പ്ലേസൊക്കെ വരുന്നത് കേട്ടോ. നമ്മളെ മൊട്ടക്കുന്ന്, ഫ്ലവർ ഗാർഡൻ, സൂയിസൈഡ് പോയിന്റ് എല്ലാം അങ്ങോട്ടാണ് വരുന്നത്. ഇങ്ങോട്ട് നമ്മൾ പോയപ്പോഴത്തേക്ക് ഇങ്ങോട്ടൊന്നുമില്ല, അങ്ങോട്ടാണ് എല്ലാം വരുന്നത് എന്നൊക്കെ പറഞ്ഞ്. ഇവിടെ നിന്ന് കിടിലൊരു വ്യൂ ഉണ്ട്. ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. മൊട്ടക്കുന്നെന്നും പറഞ്ഞിട്ടൊരു സ്പോട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അത്യാവശ്യം കച്ചവടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ആ സൈസ് മതി കൈസ്. അപ്പോൾ നമ്മൾ അകത്ത് കയറി. ഇവിടെ മൊട്ടക്കുന്നെന്ന് പേര് പോലെ തന്നെ മൊട്ടക്കുന്നാണ്. പ്രത്യേകിച്ച് ഇവിടെ വേറെ ഒന്നും കാണാനൊന്നും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ എവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു കുന്ന് കയറാൻ നമ്മൾ തീരുമാനിച്ച് കയറിയ
ഇറങ്ങിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത് പോകും. എനിക്കാണെങ്കിൽ വയ്യ കേട്ടോ. പിന്നെ ഒറ്റയ്ക്കൂടെ എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. അത്ര ഗൈസ്. അപ്പം കയാക്കിങ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇറങ്ങിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ കയാക്കിങ് കയറി. ബാക്കിലൊരാൾ ഭയങ്കര തുഴ പിള്ളേച്ചനായിട്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിരിക്കണം കേട്ടോ. പെടലി കണക്കിരിക്കണം. മീശ നല്ല പെടലി കണക്കിരിക്കണം.